ഹായ്, ഇത്രയും വൃത്തിയുള്ള സ്ഥലം, ഇത്രയും ഭംഗിയുള്ള സ്ഥലം എവിടെയാണെന്നല്ലേ? മലപ്പുറം ജില്ലേൻ്റെ അതിർത്തി പ്രദേശമായ വാഴയൂർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലൊക്കെ പോയ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിലോ മോർണിംഗിലോ ഇവിടെ ഒറ്റ പ്രാവശ്യം വന്നാൽ മതി. ശരിക്കും വല്ലാത്തൊരു ഫീലാണ്. രാവിലെയൊക്കെ ആണെങ്കിൽ ശരിക്കും ഇങ്ങനെ കോട ഇറങ്ങിയിട്ട് ഈ സ്ഥലമൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു സ്ഥലം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളൊരു മലപ്പുറം ജില്ലക്കാരനോ കോഴിക്കോട് ജില്ലക്കാരനോ പാലക്കാട് ജില്ലക്കാരനോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റിയൊരു സ്ഥലമാണ്. സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൈബിൾ ഒരുപാട്. ഇപ്പോൾ കുറച്ച് ആളുകൾ കുറവാണ്, പക്ഷേ ഈവനിങ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോർണിംഗിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ ആളുകളുടെ ബഹളം എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റും. ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും അല്ലാതൊക്കെ സമയം ചിലവഴിക്കാൻ, കുട്ടികളുടെ കൂടെ കളിക്കാൻ, കുക്കിങ്ങിനായിട്ടൊക്കെ ഇവിടെ ആളുകൾ വരുന്നുണ്ട്. ഇതിന് എൻട്രൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നാടൻ പഴയ കാലത്തുള്ള കുടിവെള്ളങ്ങൾ, അതായത് കുലുക്കി സർബത്ത്, തെരണ്ടി ഐസ്, ഉപ്പിലിട്ടത്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. Ngasih ആ കാണുന്നത് ഒരു സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിന്റെ സൈഡിലാണ് ഇതിന്റെ എൻട്രൻസ്. സാധാരണ വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിർത്തിയിട്ട് അവിടുന്ന് ആ ആളുകൾ നടന്നു വരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നടന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് നമ്മുടെ വ്യൂ പോയിന്റ് എത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വ്യൂ പോയിന്റ്സ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും പോയി കഴിഞ്ഞാൽ ഇനിയും ഉണ്ട്. കാണുന്ന ആ മല വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകാം. ഈ കുന്നിന്റെ 4 ഭാഗവും ഒരു ഭയങ്കരമായിട്ടുള്ള താഴ്ചയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 420 ഇലക്ട്രിക് ലൈൻ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെയും കുറേ അപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ഇത് റിസോർട്ടുകളൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതും കഴിഞ്ഞ് ദൂരേക്ക് നോക്കിയാൽ നമുക്ക് കാലിക്കറ്റ് എയർപോർട്ട് രാത്രിയാണെങ്കിൽ, ഇപ്പം നമുക്ക് പറ്റൂല, പക്ഷെ രാത്രിയാണ് ഇപ്പോൾ ഈ കാണുന്ന വ്യൂ പോയിന്റ് നിന്ന് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാലിക്കറ്റ് എയർപോർട്ട് ശരിക്കും ഫ്ലൈറ്റ് ഇറങ്ങുന്നതും താഴുന്നതും ഒക്കെ നമുക്ക് പൊങ്ങുന്നതൊക്കെ കാണാൻ പറ്റും. കേട്ടോ, ഈ പാറക്കെട്ടുകൾക്ക് അടിയിലൊക്കെ ശരിക്കും ഒരാൾ വീണ് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കൂല, അത്രയും താഴ്ചയാണ്. ശരിക്കും ഡേഞ്ചറാണ്. പക്ഷെ സിപ്പപ്പ് കച്ചവടമൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞ ആൾക്കാർ കുറവാണെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ വാങ്ങി സഹകരിച്ചു കൊടുക്കും. 20 എടുത്താ 10, 20, 30 തന്നാൽ മതി. ഇങ്ങനെ തരേണ്ട ചില്ലറ 5 എടുത്താ ലാഭമായിട്ട്. നമുക്ക് ഇവിടെ കയറി വരുന്നതിന് മെനക്കെടുന്നതിന് കാര്യം കിട്ടട്ടെ. ഇതൊക്കെ ആരുടെ ആടുകളിടാൻ അങ്ങനെ തന്നെ ചില്ലറ ഇല്ല. കസിയ രസം ഉണ്ട്. കാക്ക കൊടുത്തോ? കാക്ക ഇവിടെ ഒന്ന് പോയോ? ഇതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ ഇവിടുത്തെ സ്ഥലം. എവിടെ? അതാണ് ഹൈറ്റ് കൂടിയ സ്ഥലം. ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് താഴ്ഭാഗല്ലേ. ഇന്ത്യയിൽ മുകളിൽ നിൽക്കണ ഒന്നും കാണാനില്ല. ഷാഫി കോളേജാണ് ആ കാണുന്നത്. ഇതൊക്കെ ഓഫ് റോഡായിട്ട് ആളുകൾ വാഹനങ്ങൾ കൊണ്ടുവരേണ്ട അത്രയും വാഹനത്തിന്റെ ക്രൈസുള്ള ആളുകളൊക്കെ വണ്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. കുറച്ച് റിസ്ക്കിയാണ്, പക്ഷെ എന്നാലും ചില ആളുകൾ ഉണ്ടാവുമല്ലോ, കാരണം അത്രയും ക്രൈസായിട്ട് കൊണ്ടു നടക്കുന്നവർ. അവർക്കൊക്കെ ഒരു ഹരാണ്, ഒരു രസമാണ്. അപ്പം യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും.
വാഴയൂർ ഹൊറിസോൺ ഹിൽസ് എന്ന് പറഞ്ഞിട്ട് റൈഡ് മറ്റു കാര്യങ്ങളും ഒക്കെ അത്രയും എന്താ പറയുക ഒരു വൈബാണ്. വാഹനങ്ങളൊക്കെ കൊണ്ടുവരാനും 4 വീലറൊക്കെ ആണെങ്കിൽ സൂപ്പറായിട്ട് കൊണ്ടുവരാൻ പറ്റും. സൂര്യാസ്തമിക്കാൻ പോണ സംഗതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സൺസെറ്റിൻ്റെ സമയമാണ്. ആളുകൾ ചിലർ വരുന്നുണ്ട്, ഞങ്ങളൊക്കെ മടങ്ങാണ്. ഇതാണ് തിരിച്ചു പോകേണ്ടത്. തിരിച്ചു വരുന്ന വഴി തന്നെയാണ്. ബൈക്കുകൾ ഒരുപാട് ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് കാണാം. ഇത്രയൊന്നുമല്ല, എൻ്റെ 10 ഇരട്ടി ഉണ്ടാവും ചില ദിവസങ്ങളിൽ വന്നാൽ. കച്ചവടക്കാരൊക്കെ ഇപ്പോൾ നേരത്തെ കാലത്ത് തന്നെ അടച്ചു പോയിട്ടുണ്ട്. കാരണം ആൾ കുറവാണ്. പൊതുവെ നമ്മൾ കാണലുണ്ട്, നല്ല ആളുണ്ടാവുന്നുണ്ട് ഇവിടെ. Good.